തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. പാർട്ടി വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടില്ലെന്നും 2019 ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് CPM നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നു. എന്നാൽ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നാണ് മുതിർന്ന നേതാക്കൾ പോലും പറയുന്നത്. പക്ഷേ ഇത് ഏത് നേതാവ് യോഗത്തിൽ പറയും എന്നുള്ളതാണ് ചോദ്യം. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൈവിട്ടതിനൊപ്പം കണ്ണൂർ, ആലപ്പുഴ ഉൾപ്പെടെയുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയും നേതൃത്വം ഗൗരവമായിട്ടാണ് കാണുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തന ശൈലിയും പാർട്ടിയുടെ നയസമീപനങ്ങളിലും ആത്മപരിശോധനയും തിരുത്തലും വേണമെന്ന ആവശ്യം ശക്തമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിലെ തിരുത്തലുകളും പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാണ്. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയും സപ്ലൈകോ സംവിധാനങ്ങൾ ശക്തമാക്കിയും വിട്ടുപോയ ജനങ്ങളെ കൂടെ നിർത്താനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാവുക. സംസ്ഥാന നേതൃത്വത്തിന് പറയാനുള്ളതും സർക്കാരിന് പറയാനുള്ളതും കേട്ട ശേഷം കേന്ദ്ര നേതൃത്വം തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചേക്കും. മന്ത്രിസഭയിലെ അഴിച്ചുപണി സംബന്ധിച്ചും ചർച്ചകൾ ഉയരും. K രാധാകൃഷ്ണന് പകരം മന്ത്രി വേണമോ എന്ന കാര്യത്തിലും ചർച്ചയുണ്ടായേക്കും. മന്ത്രിയായി ഒരാളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ OR കേളുവിന്റെ പേരിനായിരിക്കും ആദ്യ പരിഗണന. അമൃത ന്യൂസ്, തിരുവനന്തപുരം.